ഈ പരിപാവനമായ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, എങ്ങനെയാണ് ആദരിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, അത് വ്യക്തമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ 11 വൻപൻ പ്രതിഫലങ്ങൾ, ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത 11 വലിയ കൂലി, വലിയ പ്രതിഫലങ്ങൾ വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത ഒരു ദിക്ർ കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ആ ദിക്ർ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ്. നമുക്ക് ഖബറിൽ പ്രകാശമാകും. നമുക്കതുപോലെ തന്നെ ഒരുപാട് ദുന്യവിയായ ഉഖ്റവിയായ നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഏതാണ് ആ ദിക്ർ എന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അപ്പോൾ ഈ ദുൽഹിജ്ജ മാസം, ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന 11 പ്രതിഫലമുണ്ട്. ആദ്യം ഈ മാസത്തെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതായത് പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് മിൻഹാ അർബഅത്തുൻ ഹുറും, അല്ലാഹു തആല പവിത്രമാക്കിയ മാസമെന്നാണ്, അല്ലാഹു ആദരിച്ച മാസമെന്നാണ്. അല്ലാഹു ആദരിച്ചത്, അല്ലാഹു ബഹുമാനിച്ചത്, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഇപ്പോൾ ഒരു നായെ തൊട്ടാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം 7 പ്രാവശ്യം കഴുകണം. അതിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. ഹനഫി മദ്ഹബ് പ്രകാരം 3 പ്രാവശ്യം കഴുകണം നായെ തൊട്ടാൽ. എങ്ങനെയുള്ള നായ? നനഞ്ഞ നായയാണ് കേട്ടോ. അവിടെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്താണ്, ഉണങ്ങിയ നായല്ല, നനഞ്ഞ നായയാണ് എന്നൊക്കെ ഉണ്ട്. എന്തുമാവട്ടെ, മറ്റൊരു അവസരത്തിൽ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നായെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. എന്നാൽ അതേ നായ തന്നെ, അതുപോലത്തൊരു നായയാണ് നാളെ സ്വർഗത്തിൽ കിടക്കുന്നത്. ആരുടെ നായ? ഗുഹാവാസികൾ. നമ്മൾ സൂറത്തുൽ കഹഫ് ഓതിയവരാണ് ഇന്ന്, അല്ലേ? നമ്മൾ ഇന്ന് ഓതാൻ ഇരിക്കുന്നവരാണ്. അപ്പോൾ സൂറത്തുൽ കഹഫിൽ നമ്മൾ ഓതുമ്പോൾ, കഹഫ് സൂറത്ത് ഓതുന്ന സമയത്ത് അതിൽ ഗുഹാവാസികൾ, അല്ലേ, ഒരു 7 ചെറുപ്പക്കാരെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ആ 7 ചെറുപ്പക്കാരുടെ കൂടെ ആ ഗുഹക്ക് കാവലിരുന്ന ഖിത്മീർ എന്ന് പറയുന്ന ഒരു നായയുണ്ട്. ആ നായ സ്വർഗത്തിലാണ്. ആ നായ സ്വർഗത്തിലാണ്. അപ്പോൾ അല്ലാഹു തആല ആ നായെ ബഹുമാനിച്ചിട്ടുണ്ട്. ആ നായക്കൊരു ബഹുമാനം, ആദരവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പറയാറുണ്ട്, നമ്മുടെ മക്കളോ കൂട്ടുകാരോ എന്തെങ്കിലും ഒരു മോശത്തരം കാണിച്ച, നീ പോത്താണോ, നീ എന്താ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ, നീ എന്താ പോത്താണോ, എരുമയാണോ എന്നൊക്കെ നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ ഉദ്ഹിയ്യത്ത് മൃഗമാകുന്ന ഒരു പോത്തിനെ പോത്തൊന്നും വിളിക്കാൻ പാടില്ലെന്ന്. നമ്മൾ ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി ഒരു പോത്തിനെ വാങ്ങി, അത് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന സാധാ, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ കാണുന്ന സാധാ പോത്ത് പോലെയല്ല. അതിനെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. കാരണം അത് ഉദ്ഹിയ്യത്ത് മൃഗമാണ്. നബി തങ്ങളുടെ ഒരു ഹദീസാണ്, അല്ലിമു ളുഹായാകും ഫഇന്നഹാ അലസ്സുറാത്തി മത്വായാകും. നിങ്ങൾ ഉദ്ഹിയ്യത്ത് മൃഗത്തെ കാണുമ്പോൾ അതിനെ ഒന്ന് ബഹുമാനിച്ചേക്കണേ, ആദരിച്ചേക്കണേ. അതിനെ കാണുമ്പോൾ ഒന്ന് തക്ബീർ പറയണേ, അല്ലാഹു അക്ബർ എന്നെങ്കിലും തക്ബീർ പറയണേ. കാരണം എന്താ? ഫഇന്നഹാ അലസ്സുറാത്തി മത്വായാകും. ആ ഉദ്ഹിയ്യത്ത് മൃഗം എന്താണ്? നിങ്ങളെയും കൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അല്ലാഹ് ആദരിച്ച മാസം, അല്ലാഹ് ആദരിച്ച സ്ഥലം, അല്ലാഹ് ആദരിച്ച വ്യക്തികൾ, അല്ലാഹു ആദരിച്ച വസ്തുക്കൾ, അതിനെ നമ്മളും ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ മേൽ കടമയാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്. അപ്പൊ അല്ലാഹു ആദരിച്ച മാസത്തിൽ നിന്നും അല്ലാഹു ആദരിച്ച മറ്റൊരു മാസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഏത്? ദുൽഖഅദ മാസത്തിൽ നിന്നും അല്ലാഹു ആദരിച്ച ദുൽഹിജ്ജ മാസത്തിലേക്ക്. ഈ സമയത്ത് ഈ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കണം? ഈ ദുൽഹിജ്ജ മാസത്തിൽ പരമാവധി എന്നല്ല, തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അതായത് അല്ലാഹ് ആദരിച്ച മാസത്തെ ആദരിക്കാതെ നമ്മൾ തെറ്റുകൾ കൂടുതലായി ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിന് ദേഷ്യം കൂടുമെന്നാണ് നമ്മളോട് കോപം കൂടും. അതുണ്ടാവരുത്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് ഈ മാസത്തെ ബഹുമാനിക്കേണ്ട ഒരു രൂപം. മറ്റൊരു രൂപം പരമാവധി ഇബാദത്തുകൾ ചെയ്യുക, അല്ലെ? ഖുർആൻ പാരായണം, സൂറത്തുൽ ഫജ്ർ നമുക്ക് ഓതാം. സൂറത്തുൽ ഫജ്റിന്റെ കാര്യം മറന്നു പോകരുത്. സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ, അല്ലേ? അല്ലാഹു തആല വളരെയധികം സത്യമിട്ട് പറഞ്ഞ ഒരു വാക്യമാണ് വലയാലിൻ അശ്ർ. 10 ദിവസത്തെ തന്നെയാണ് സത്യം. അതായത് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ വ്യത്യസ്തമാണ്, വളരെയധികം പവറുള്ള ദിവസങ്ങളാണ്, 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ മാസത്തെ ബഹുമാനിക്കുക. പിന്നെ പരമാവധി ദിക്ർ പറയുക, സ്വലാത്ത് പറയുക, തസ്ബീഹ് പറയുക,
സുന്നത്തായ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ സുന്നത്ത് നോമ്പ് പിടിക്കുക. അതുപോലെ ഉളഹിയ്യത്തിന്റെ മൃഗങ്ങളെ അതിനെ ഒന്ന് കുളിപ്പിക്കാനും അതിന് വെച്ചൊരു ഭക്ഷണം കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറാവുക. ഇങ്ങനെ നമ്മൾ ഈ മാസത്തെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ നമുക്ക് അല്ലാഹു തരുന്നത് 11 പ്രതിഫലങ്ങളാ. ഒന്നാമത്തെ പ്രതിഫലം മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറയുകയാണ്. എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ പരിപാവനമായ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണെങ്കിൽ അല്ലാഹു അവനിക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അൽ ബർക്കത്തു ഫിൽ ഉംർ, അൽ ബർക്കത്തു ഫിൽ ഉംർ, അവന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കുമെന്നാണ്. ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കും. ചിലപ്പോൾ കുറച്ച് കാലം ജീവിക്കാൻ പറ്റുള്ളൂ, പക്ഷെ ആ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാം. നവവി ഇമാമിനെ പറ്റി കേട്ടിട്ടുണ്ട്. നവവി ഇമാം 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 40 വയസ്സ് കൊണ്ട് 400 വർഷം ജീവിച്ച ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മഹാനവറുകൾ ചെയ്തിട്ടുണ്ട്. എത്രയോ കിതാബുകളാണ് മഹാനവറുകൾ എഴുതി തീർത്തതെന്നറിയാം. എത്രയോ കിതാബുകൾ. അദ്ദേഹത്തിന്റെ കിതാബുകൾ എഴുതിയ പേനകൾ വിറക് കഷ്ണങ്ങളാക്കി കത്തിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ അത്രമാത്രം പേന എഴുതി എഴുതി തീർത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ചുരുങ്ങിയ കാലമാണെങ്കിലും അല്ലാഹു തആല അതിൽ വലിയ ബറക്കത്ത് തരുമെന്നാണ്. നമ്മുടെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് തരും. നമ്മുടെ ആരോഗ്യം, അല്ലേ, നല്ല ആരോഗ്യമുണ്ടാകും, നന്മകൾ ചെയ്യാൻ പറ്റും. രോഗിയായി കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോവേണ്ട ഒരു അവസ്ഥയൊന്നും അല്ലാഹു തരില്ല. എങ്ങനെ ചെയ്താൽ? ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിച്ചാൽ. 2 അസിയാദതു ഫിൽ മാൽ, നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള സമ്പത്തിൽ വർധനവ് തരും. സമ്പത്തിൽ വർധനവ്, അത് തികയുന്ന ഒരവസ്ഥ വരും. ചില ആളുകൾക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ടാകും, ശമ്പളം ഉണ്ടാകും, പക്ഷെ ഒന്നിനും തികയൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നില്ല. എന്തേ? ബറക്കത്ത് കുറവാണ്. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മഹാനായ ജീലാനി ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിച്ചാൽ അവനിക്ക് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം അൽ ഹിഫ്ദു ഫിൽ ഇയാൽ, അവന്റെ കുടുംബത്തെ അല്ലാഹു സംരക്ഷിക്കുന്നതാ. അല്ലെ, നമ്മുടെ കുടുംബം, നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, അല്ലേ, അവർക്ക് അല്ലാഹു തആല ഒരു സംരക്ഷണം കൊടുക്കേണ്ടേ? അതുപോലെ തന്നെ മക്കള് സ്കൂളിൽ പോകുന്നവരാണ്, മദ്രസയിൽ പോകുന്നവരാണ്, ട്യൂഷന് പോകുന്നവരാണ്, അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവർക്കൊരു കാവൽ വേണ്ടേ? ഇന്ന് തെരുവനായുള്ള കാലമാണ്, കള്ളന്മാർ കൊള്ളക്കാരുള്ള കാലമാണ്, പിടിച്ചു പറിക്കാറുള്ള കാലമാണ്, അല്ലെ, കൊലപാതകൾ ഉള്ള കാലമാണ്, മയക്കുമരുന്നിൻ്റെ ആളുകളുള്ള കാലമാണ്. എപ്പോഴാണ് നമ്മുടെ മക്കൾ ഏതവസരത്തിലാണ് വഴിതെറ്റി പോവുക എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു കാക്കട്ടെ, സലാമത്താക്കട്ടെ. അതുകൊണ്ട് അൽ ഹിഫ്ദു ഫിൽ ഇയാൽ, ഈ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ നമ്മുടെ കുടുംബത്തിന് അല്ലാഹു സംരക്ഷണം നൽകുന്നതാ. നാലാമത്തേത് തെറ്റുകൾ ഒരുപാട് ചെയ്തു പോകുന്നവരാ. ഓരോ ദിവസവും നമ്മൾ എത്രമാത്രം അബദ്ധങ്ങളാണ് ചെയ്തു പോകുന്നത്. ആ പാപങ്ങൾ പൊറുക്കാൻ ഈ മാസത്തെ ബഹുമാനിച്ചാൽ മതി. അഞ്ചാമത്തേത് വയുളാഅഫുൽ ഹസനാത്ത്, നമ്മൾ ചെറിയ ഒരു കാര്യം, ചെറിയ ഒരു നന്മയാണ് ചെയ്യുന്നതെങ്കിലും അതിന് 70, 700, 7000, 70,000, 7 ലക്ഷം അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കി അല്ലാഹു തആല പ്രതിഫലം തരുമെന്ന് നമുക്ക് കാണാം. ആറാമത്തേത് അത്തസ്ഹീലു സകറാത്ത്, സകറാത്തുൽ മൗത്ത്, അല്ലേ, അല്ലാഹുവേ പടച്ചോനെ, ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിപാവനമായ കടന്നു വരുന്ന ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ബഹുമാനിച്ചാൽ, അതിനെ ആദരിച്ചാൽ, തസ്ഹീലു സകറാത്ത്, നമ്മുടെ മരണസമയം, റൂഹ് അത് എളുപ്പത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയാകും. നമ്മളിട്ട് ഇടങ്ങേറാക്കൂല. അതായത് മരിക്കുന്ന സമയത്ത് ഒരുപാട് ഇടങ്ങേറുണ്ടാകും. പിശാചു വരും നമ്മുടെ അടുക്കൽ. പിന്നെ ഈ മലക്കുൽ മൗത്തിൻ്റെ ആ ഒരു ഭീകരമായ രൂപം കണ്ടിട്ട് ബേജാറാകുന്ന ആളുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു ബേജാറുകളെ തൊട്ടുള്ള കാവൽ നമുക്കുണ്ടാകും. ഏഴാമത്തേത് ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഖബറിന് ഒരു ഇരുട്ടാണ്. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുന്നൊരു വെളിയാളമുണ്ട്. അനബൈത്തുദ്ദീദാൻ അനബൈത്തുൽ വഹ്ദതി അനബൈത്തുൽ വഹ്ശതി. എന്താ പറയുന്നത്? അനബൈത്തുൽ ഉൽമതി, ഞാൻ ഇരുട്ട് നിറഞ്ഞ വീടാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ പുഴുക്കൽ നിറഞ്ഞ വീടാണ് എന്ന് ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയും. നമ്മളത് കേൾക്കൂല. അല്ലാഹു തആല നമ്മുടെ ഖബറിൽ പ്രകാശം തരട്ടെ. അല്ലാഹു നമുക്ക് ഒരുപാട്
ഒരുപാട് കൂട്ടുകാരെ തരട്ടെ, ഖബറിൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ നേരം പോക്കിനായി അള്ളാഹു ഒരുപാട് നന്മകൾ തരട്ടെ. ആമീൻ. അപ്പോൾ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിച്ചാൽ നമുക്ക് ഖബറിൽ നമുക്ക് വലിയ പ്രകാശമുണ്ടാകും. എട്ടാമത്തേത് അത്തസ്കീലു ഫിൽ മീസാൻ, മീസാനിൽ ഭാരം തൂങ്ങുന്നതാണ്. ചില ആളുകൾ വളരെയധികം ഹതഭാഗ്യവാന്മാരാണ്. കാരണം അവരിങ്ങനെ നന്മകൾ ചെയ്ത് അതോടൊപ്പം തന്നെ തിന്മകളും ചെയ്തു പോകുന്നു. നന്മയും തിന്മയും ഇങ്ങനെ അതാ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സമയമുണ്ട്. ഒരു നന്മയെങ്ങാനും വന്നാൽ നന്മയുടെ തട്ട് താഴും, ഒരു തിന്മ വന്നാൽ തിന്മയുടെ തട്ട് താഴും. അങ്ങനെയുള്ള സമയത്ത് നന്മയുടെ തട്ട്, മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാസത്തെ ബഹുമാനിക്കണം, ദുൽഹിജ്ജ മാസത്തെ. പിന്നെയോ ഒൻപതാമത്തേത് വന്നജാതു ഫീ ദറകാത്തിന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഫിത്നയിൽ നിന്നും വലിയ കാവൽ അല്ലാഹു തരുന്നതാണ്. അല്ലാഹു കാവൽ തരട്ടെ. കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. പത്താമത്തേത് സ്വർഗത്തിന്റെ പദവികളിലേക്ക് അല്ലാഹു നമ്മളെ ഉയർത്തി കൊണ്ടുപോകുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി അത് ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസ് അതായത് പ്രവാചകന്മാർ, ഔലിയാക്കന്മാർ, ശുഹദാക്കൾ ഇരിക്കുന്ന പദവിയാ. ആ പദവിയിലേക്ക് നമ്മളെയും അല്ലാഹു കൊണ്ടെത്തിക്കുന്നതാണ്. ഈ മാസത്തെ ബഹുമാനിച്ചാൽ 11ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ദുന്യാവിൽ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, അതൊക്കെ മാറാൻ ഈ മാസത്തെ ഒന്ന് ബഹുമാനിക്കണേ, ഈ മാസത്തെ ഒന്ന് ആദരിക്കണേ. ഇനി എങ്ങനെയാണ് ഈ മാസത്തെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. പരിപാവനമായ ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങൾ ചുരുങ്ങിയത് എന്ത്? സൂറത്തുൽ ഫജ്ർ ഓതുക. അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം ഇന്ന് മഗ്രിബോടുകൂടി നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് ഓതുക. തസ്ബീഹുകൾ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ പറയാം. അതുപോലെ തന്നെ ഹദ്ദാദ് റാത്തീബിലെ ഒരുപാട് ദിക്റുകളുണ്ട്, പോരിശയേറിയ, അതൊക്കെ നമുക്ക് പറയാം. ഒരുപാട് സ്വലാത്ത് ചൊല്ലാം, ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കാം, അതുപോലെ ഒരുപാട് സ്വദഖകൾ ചെയ്യാം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ മാസത്തിൽ ചെയ്താൽ ഈ മാസത്തെ ബഹുമാനിക്കലായി, ആദരിക്കലായി. തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, നന്മകൾ ഒരുപാട് ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആ ഭാഗ്യവാന്മാർക്ക് കിട്ടുന്ന നിരവധി പ്രതിഫലങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് മുഴുവനും അല്ലാഹു നമുക്ക്, ഈ പാപികളായ ദോഷികളായ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ, സലാമത്ത് തരട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും അല്ലാഹു തരട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇപ്രാവശ്യം ഹജ്ജിന് പോയിട്ടുള്ള, ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ, ഉംറ ചെയ്യുന്ന ആളുകൾ, സിയാറത്തിന് വേണ്ടി പോയ ആളുകൾ, അല്ലാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.